നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ പാഠം 1, 2, 3 നമ്മൾ പഠിച്ചത്. ഇന്ന് പാഠം 3 തുടർച്ചയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 4, 5, 6 സരളീകരിച്ചകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം നമുക്ക് 4ാമത്തെ സരളീകരിച്ച ഏതാണെന്ന് നോക്കാം. सा रे ग म പ. നമ്മൾ പാ കഴിഞ്ഞിട്ടൊരു ദീർഘമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കർണാടക സംഗീതം പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ഒരു ബുക്ക് നമുക്ക് ഇവിടെ ഇങ്ങനൊരു ബുക്കുണ്ട് കർണാടക സംഗീതത്തിൻ്റെ. അത് അവരുടെ ബുക്ക് സ്റ്റാളിൽ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള കർണാടക സംഗീതത്തിൻ്റെ ബുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ അതിൽ സരളി വരിച്ചകൾ അതിൽ കാണാം. ഇതിലെല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. തുടക്കത്തിലുള്ള ഈ പാട്ട് പഠിക്കുന്ന തുടക്കക്കാർക്കുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4ാമത്തത് സരിഗമ പാ. ആ പായ്ക്ക് ഒരൊറ്റ ദീർഘമുണ്ട്. ആ ദീർഘം നമ്മൾ സ്വരമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പം പാ പാ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പാന്ന് പാടും. ഒരൊറ്റ ദീർഘത്തിൽ പാ എന്ന് നമ്മൾ പാടുക ചെയ്യുക. അപ്പം നമ്മൾ നോക്കാം. അപ്പോൾ ആ സ്വരം നമ്മൾ 1ാം കാലം ഒരടിയിൽ ഒരു സ്വരം എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ സാ രി ഗ മ പ. ഇത് സ്വരമായിട്ട് കണക്ക് കൂട്ടുക നമ്മൾ. പ സാ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ. വീണ്ടും ഒരു ദീർഘം വന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിൽ പാഠം നമ്മൾ സരളി വരിച്ച 1, 2, 3 പഠിച്ചതിൽ ഈ ദീർഘം വരുന്നത് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് 4ാമത്തെ സരളി വരിച്ചതിലാണ് ഈ ദീർഘം വരുന്നത്. ആ ദീർഘത്തിൻ്റെ അവിടെ നമ്മൾ എന്താക്കുക, അത് സ്വരമായി കണക്കൂട്ടിയിട്ട് താളം അവിടെ ഇടുക. അപ്പോൾ ഒന്നും കൂടെ. അപ്പോൾ മാ സാ നീ സാ നീ ധ പ മ ഗ രേ സ. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പം അതിൻ്റെ ഈ പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരം വരുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഈ സംസാരമില്ലാതെ ഞാനൊന്ന് താളമടിച്ച് പാടിത്തരാം. 1ാം കാലം സാ രി ഗ മ പ സാ രി ഗ മ പ ധ നീ സ സാ നീ ധ പ മ സാ നീ ധ പ മ ഗ രേ സ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2ാം കാലം പാടി നോക്കാം. ഒരടിയിൽ എത്ര സ്വരമാണ്? 2 സ്വരം. സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ സാ നീ ധ പ മ ഗ രേ സ. 3ാം കാലം സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ സാ നീ ധ പ മ ഗ
നാലാം കാലം സരി ഗമ പ സരി സരി ഗമ പദനി സ സനി ധ പ മ സനി സനി ധ പ മ ഗരി സ സരി ഗമ പ സരി സരി ഗമ പദനി സ സനി ധ പ മ സനി സനി ധ പ മ ഗരി സ. ഇനി അടുത്തത് സരളി വരിച്ച അഞ്ചാമത്തെ, അത് സരി ഗമ പധ. ആ പാ ദീർഘത്തിൻ്റെ അവിടെ, ആ ദീർഘത്തിൻ്റെ അവിടെ ധായം കൂടെ കൂട്ടി ചേർത്തി പാടിയിട്ടുണ്ടെങ്കിൽ സരിഗമ പദ സരി സരിഗമ പദനിസ. സാനിദപ്പ മാ ദീർഘത്തിൻ്റെ അവിടെ ഗ ചേർത്തിയാൽ അപ്പൊ സാനിദപ്പ മഗ സനി സനിതപ്പ മകരിസ. ഇതാണ് അഞ്ചാമത്തെ സരളി വരിച്ച. അത് നമുക്കൊന്ന് പാടി നോക്കാം. ഒന്നാം കാലം. അപ്പം 1, 2, 3, 4 കാലം ഞാനൊന്ന് വേഗം പാടാം. സാരി ഗ മ പധ സാരി സാരി ഗ മ പധ നീ സ സാ നി ധ പ മ ഗ സാ നി സാ നി ധ പ മ ഗ രി സ. രണ്ടാം കാലം സരി ഗ മ പധ സരി സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ സാ നി ധ പ മ ഗ രി സ. മൂന്നാം കാലം സരി ഗമ പദ സരി സരി ഗമ പദ നി സ സനി ധ പ മ ഗ സനി സനി ധ പ മ ഗ രി സരി ഗമ പദ സരി സരി ഗമ പദ നി സനി ധ പ മ ഗ സനി സനി ധ പ മ ഗ രി സ. ഈ നാലാം കാലം അല്ല, ഇത് നാലാം കാലം നമ്മൾ പാടി. ഇനി അടുത്തത്, അടുത്ത സരളി വരിച്ച സരിഗമ പധനി. നമ്മൾ പാന്ന് നോക്കിയല്ലോ, ഇത് ഇനിയിപ്പോൾ പധനി നീക്കാണ് ദീർഘമുള്ളത്. അത് നമുക്ക് 1, 2, 3, 4 കാലം ഒന്ന് പാടി നോക്കാം. സാരി ഗ മ പധ നീ സാരി ഗ മ പധ നീ സ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സ. ഇനി നമുക്ക് രണ്ടാം കാലം പാടി നോക്കാം. സരി ഗ മ പധ നി സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സ. ഇനി മൂന്നാം കാലം സരി ഗ മ പധ നി സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സ. ഇനി നാലാം കാലം സരി ഗ മ പധ നി സരി ഗ മ പധ നി സ സനി ധ പ മ ഗ രി സനി ധ പ മ ഗ രി സ സരി ഗ മ പധ നി സരി ഗ മ പധ നി സ സനി ധ പ മ ഗ രി സനി ധ പ മ ഗ രി സ. അപ്പം ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി.